പ്രതീക്ഷിച്ച പോലെ പാർട്ടിക്ക് വളരാനായില്ലെന്നും പോരായ്മകൾ ഉണ്ടായെന്നും CPM പാർട്ടി കോൺഗ്രസിൽ വിമർശനം. പാർട്ടി താഴെത്തട്ടിൽ അതീവ ദുർബലമാണെന്ന സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ PK ബിജു കേരള ഘടകത്തിനു വേണ്ടി സ്വയം വിമർശനം നടത്തി. കേരളത്തിൽ ഉൾപ്പെടെ കൊഴിഞ്ഞുപോക്കുണ്ടെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്യണമെന്നും ബിജു പറഞ്ഞു. പാർട്ടി ഭരണഘടനാ ഭേദഗതി ചെയ്യാനും തീരുമാനമുണ്ടായി. CPM അംഗത്വ ഫീസ് 5 രൂപയിൽ നിന്നും 10 രൂപയാക്കി ഉയർത്തും. നിലവിൽ 10 ലക്ഷം CPM അംഗങ്ങളാണുള്ളത്. സ്വകാര്യ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ നയം മാറ്റത്തിനും പാർട്ടി കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ജനാധിപത്യ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും ഇടത് സർക്കാരിന്റെ സംരക്ഷണത്തിനായി അണിനിരക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രമേയവും അംഗീകരിച്ചു. അതേസമയം വിദേശ സർവകലാശാലകൾക്ക് വഴിയൊരുക്കുന്ന സമീപനം വിമർശനം നേരിടുകയും ചെയ്തു. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമെന്നുള്ള CPM പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തിന്റെ വിമർശനം CPMന് വലിയ ചോദ്യം തന്നെയാണ്. മധുരയിൽ പുരോഗമിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി കർശനമായി നടപ്പിലാക്കണമെന്ന് ശക്തമായി നിലപാടെടുത്ത ബംഗാൾ ഘടകം. പോളിറ്റ് ബ്യൂറോയിൽ ആർക്കും പ്രായപരിധിയിൽ ഇളവ് വേണ്ടെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. PB നിശ്ചയിച്ച വ്യവസ്ഥ PB തന്നെ ലംഘിക്കരുതെന്നാണ് ആവശ്യം. PB യോഗത്തിൽ നിലപാട് ശക്തമായി ഉന്നയിക്കാനാണ് ബംഗാൾ ഘടകത്തിന്റെ തീരുമാനം. കേരള മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പിണറായി വിജയന് 2ാം തവണയും പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിലും ചില നേതാക്കൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി ചർച്ചയിൽ മുഖ്യമന്ത്രിയെ മന്ത്രി മുഹമ്മദ് റിയാസും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും പ്രകീർത്തിച്ചു. സ്ത്രീകളെ കയ്യിലെടുക്കാൻ അമ്പലങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മന്ത്രി R ബിന്ദു മുന്നോട്ട് വച്ചത്. എമ്പുരാൻ സിനിമ കണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണ നൽകിയെന്ന മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ മുടങ്ങാതെ പങ്കെടുത്ത് മുഖ്യമന്ത്രി നൽകുന്ന പിന്തുണയാണ് PK ബിജു എടുത്തു പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പരാജയം മനോനില തന്നെ തകർക്കുകയാണെന്ന് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു. തിരിച്ചുവരവിന് പണവും അധികാരവും വെല്ലുവിളിയാകുന്നു. താഴെത്തട്ടിൽ അലവൻസ് നൽകാൻ പോലും പണമില്ല. മുഴുവൻ സമയ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന സങ്കടം ത്രിപുരയിൽ നിന്നുള്ള പ്രതിനിധി പങ്കുവച്ചു. കേഡർമാർക്ക് നൽകാൻ ഫണ്ടില്ല. പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക കൗണ്ടർ തുറന്നതിനെ രാജസ്ഥാനിൽ നിന്നുള്ള പ്രതിനിധി ചോദ്യം ചെയ്തു. അവർക്ക് പ്രത്യേക കൗണ്ടർ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 75 വയസ്സ് തികയാൻ 1 മാസം ഉള്ളപ്പോഴും യുവാക്കൾക്ക് വഴിമാറാതെ സഖാക്കൾ തുടരുന്നതിനെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി ചോദ്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ നല്ല മനുഷ്യരാണെന്നും പക്ഷേ പ്രായോഗികത കുറവാണെന്ന് ജനങ്ങൾ പറയുന്നതെന്നും ഇതേ പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ തുമ്പോളി ലോക്കൽ പരിധിയിലെ 4 ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം 52 പേർ CPM വിടുന്നതായി നേതൃത്വത്തിന് കത്ത് നൽകിയതായി സൂചന. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയയാളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതിനാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തത്. എന്നാൽ കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ വീണ്ടും ഉൾപ്പെടുത്തി. ഇതിനെതിരെ സമ്മേളനത്തിൽ തന്നെ പ്രതിഷേധമുണ്ടായി. പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. ഈ പരാതി ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ഇത് പരിശോധിക്കുന്നതിനിടെയാണ് രാജിവെച്ചതായി പ്രചാരണമുണ്ടായത്. ഇക്കാര്യത്തിൽ ആരും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. പരാതി നൽകിയ കാര്യം അറിയാമെന്ന് CPM ഏരിയ സെക്രട്ടറി പറഞ്ഞു. പാർട്ടി അംഗത്വത്തിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനാൽ അവശരായവർ, പ്രായപരിധി കഴിഞ്ഞവർ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കാറുണ്ട്. അല്ലാതെ ആരും പാർട്ടി വിട്ടതായി അറിയില്ലെന്നാണ് ലോക്കൽ സെക്രട്ടറി പറയുന്നത്. CITU ഭീഷണിയെ തുടർന്ന് സിമന്റ് കച്ചവടം നിർത്തിയതായി പാലക്കാട് കുളപ്പുള്ളിയിലെ കടയുടമ അറിയിച്ചതിന് പിന്നാലെ വീണ്ടും ഒത്തുതീർപ്പ് ചർച്ച നടത്താനൊരുങ്ങി ലേബർ ഓഫീസർ. ഈ മാസം 8-ന് ഷൊർണൂർ ലേബർ ഓഫീസിൽ കടയുടമയെയും CITU പ്രതിനിധിയെയും ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ സിമന്റ് കച്ചവടം നിർത്തിയാലും സമരം തുടരുമെന്നാണ് CITU നിലപാട്. ഈ മാസം 7-ന് CITU തൊഴിലാളികൾ കുടുംബാംഗങ്ങൾക്കൊപ്പം കടയ്ക്ക് മുന്നിൽ സത്യഗ്രഹം നടത്തും. CITU തൊഴിലാളികൾ ലോഡിറക്കാൻ സമ്മതിക്കാത്തതിനാൽ 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കടയുടമ പറഞ്ഞു. കച്ചവടം നിർത്തുകയാണെന്നും അറിയിച്ചു. അതേസമയം തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സമരമെന്ന് CITU നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി നടത്തിയിരുന്ന സിമന്റ് വ്യാപാരമാണ് കടയുടമ അവസാനിപ്പിച്ചത്. സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കാൻ യന്ത്രം കൊണ്ടുവന്നതാണ് തർക്കത്തിന് കാരണം. തുടർന്ന് ഭീഷണിയും ഷെഡ് കെട്ടി സമരവും തുടങ്ങിയതോടെ ലോഡ് ഇറക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടെ അധികനാൾ തുടരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയാണ് കട പൂട്ടിയതെന്ന് കടയുടമ പറയുന്നു. എന്നാൽ ഉടമ പറയുന്നത് ശരിയല്ലെന്നും കടയുടെ പ്രവർത്തനം തടഞ്ഞിട്ടില്ലെന്നുമാണ് CITU വാദം. കയറ്റിറക്ക് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 5 തൊഴിലാളികളെ വെക്കണമെന്നാണ് CITU ആവശ്യപ്പെടുന്നത്. യന്ത്രം ഓപ്പറേറ്ററെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വാങ്ങിയിട്ടുണ്ടെന്ന് കടയുടമയും പറയുന്നു.